നമസ്കാരം. ഈ ദിവസത്തെ സമഗ്രമായ വാർത്തകളുമായി ടോപ് 10 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് ഇടതുപക്ഷ വോട്ടുകൾ കിട്ടിയെന്ന് CPM. അൻവർ UDF-ൽ വേണ്ടെന്ന് KPCC. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജനകീയ മുന്നണി ഉണ്ടാക്കി മത്സരിക്കുമെന്ന് PV അൻവർ. MLA ആയി ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ, 10 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ബാണാസുര, മലമ്പുഴ, ഷോളയാർ ഡാമുകൾ തുറന്നു. മുല്ലപ്പെരിയാർ നാളെ തുറന്നേക്കും. കനത്ത മഴയിൽ തൃശൂർ കൊടകരയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 അന്യസംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. കടലാക്രമണത്തിൽ വർഷങ്ങളായി സംരക്ഷണ ഭിത്തി തകർന്ന് ദുരിതത്തിലായി കോഴിക്കോട് ഗോതീശ്വരം നിവാസികൾ. ചെറിയ തിര അടിച്ചാൽ പോലും വീടുകളിലേക്ക് വെള്ളം കയറുന്നു. ഫണ്ടുണ്ടായിട്ടും കടൽ ഭിത്തി പുനർനിർമ്മിക്കുന്നില്ലെന്ന് പരാതി. കടൽക്ഷോഭത്തിൽ തകർന്ന് തിരുവനന്തപുരം വലിയതുറ ഫുട്ബോൾ ഗ്രൗണ്ട്. ടോപ് 10 സ്പെഷ്യൽ. സ്കൂളുകളിലെ സൂംബ ഡാൻസ് ആഭാസമെന്ന് സമസ്ത. ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് തുള്ളാനല്ല കുട്ടികളെ സ്കൂളിൽ വിടുന്നതെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. സംസ്കാരത്തെ ബാധിക്കുന്നതാണെങ്കിൽ പ്രതിഷേധിക്കുമെന്ന് മുസ്ലിം ലീഗ്. കാലത്തിനനുസരിച്ച് മാറി ചിന്തിക്കാൻ തയ്യാറാകണമെന്ന് മന്ത്രി ആർ ബിന്ദു. ഭരണഘടനയിൽ പരാമർശവുമായി RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെ. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ പദങ്ങൾ ആവശ്യമില്ലെന്ന് ഹൊസബളെ. അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയിൽ ഈ പദങ്ങൾ ഇല്ലെന്നും അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതെന്നും പരാമർശം. RSS ഒരിക്കലും ഭരണഘടനയെ അംഗീകരിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ്. JSK സിനിമാ വിവാദത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. സമാനമായ പേരുകളിൽ നേരത്തെയും സിനിമകൾ ഉണ്ടായിരുന്നെന്നും അന്നൊന്നുമില്ലാത്ത പ്രശ്നം ഇപ്പോൾ എന്തുകൊണ്ടെന്നും കോടതി. സെൻസർ ബോർഡ് ആസ്ഥാനത്ത് തിങ്കളാഴ്ച ഫെഫ്കയുടെ പ്രതിഷേധം. IHRD താൽക്കാലിക ഡയറക്ടർ പദവിയിൽ VA അരുൺകുമാറിനെ നിയമിച്ചതിൽ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി. മുൻ മുഖ്യമന്ത്രിയുടെ മകനായതിന്റെ പേരിൽ യോഗ്യത മറികടന്നോ എന്ന് പരിശോധിക്കണം. ക്ലറിക്കൽ പദവിയിലിരുന്ന വ്യക്തിയെ ഡയറക്ടറാക്കിയത് വിചിത്രമെന്നും കോടതി. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്ന് കോടതി. ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ മുതൽ. ആദ്യ മത്സരത്തിൽ ബ്രസീലിയൻ ക്ലബ്ബുകളായ പാൽമെറസും ബൊട്ടാഫോഗയും ഏറ്റുമുട്ടും. ഇന്ത്യയുമായി വമ്പൻ വ്യാപാര കരാർ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-മായി വ്യാപാര കരാറിൽ ഏർപ്പെടുത്താത്ത രാജ്യങ്ങൾക്ക് കനത്ത നികുതി ചുമത്തുമെന്നും മുന്നറിയിപ്പ്. സ്റ്റോറി ഓഫ് ദ ഡേ. സഞ്ചാരികളുടെ മനം നിറച്ച് ആഢ്യൻപാറ വെള്ളച്ചാട്ടം. വാർത്തകൾ വിശദമായി സമഗ്രമായി നോക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകളിൽ കുറവുണ്ടായതായി CPM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തൽ. പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും തന്റെ RSS പരാമർശത്തിൽ വോട്ട് ചോർച്ചയുണ്ടായിട്ടില്ലെന്നും ഇക്കാര്യം സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പരാജയ കാരണം വിശദമായി വിലയിരുത്തി. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നിലമ്പൂരിൽ പാർട്ടി വോട്ടുകൾ കുറഞ്ഞതായാണ് കണ്ടെത്തൽ. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിക്കാൻ കഴിഞ്ഞില്ല. മണ്ഡലത്തിലെ വികസനങ്ങൾ അൻവറിന് വോട്ടായി മാറി. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ BJPയും UDF-ന് വോട്ടുകൾ നൽകി. അതേസമയം നിലമ്പൂരിൽ LDF-ന്റെ രാഷ്ട്രീയ അടിത്തറ ശക്തിപ്പെട്ടതായാണ് വിലയിരുത്തൽ. പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനം വന്നതിന് പകരം സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച അൻവറിന്റെ വികസന പ്രവർത്തന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രചരണം മുഴുവൻ നടത്തിയത്. സംഘടനാ രംഗത്തുള്ള ദൗർബല്യങ്ങൾ ശരിയായി പരിശോധിച്ച് നല്ല രീതിയിൽ വരുത്തേണ്ടുന്ന തിരുത്തലുകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെ ഞങ്ങൾ കണ്ടത്.
അത്തരത്തിലുള്ള തിരുത്തലുകൾക്ക് വേണ്ടി സംഘടനാപരമായ തയ്യാറെടുപ്പ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ചേർന്ന് കൈകാര്യം ചെയ്യണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം താൻ നടത്തിയ RSS CPM സഹകരണ പരാമർശം സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ലെന്നും ഇത് വോട്ട് ചോർച്ചയ്ക്ക് കാരണമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച വാർത്തകൾ സത്യവിരുദ്ധമാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. എനിക്കെതിരായ ഒരു പരാമർശവും സഖാവ് പിണറായി വിജയൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇല്ലാത്ത കളവായ വാർത്ത മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടെ വന്നു എന്നത് പിന്നെ ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. കളവാണ്, സത്യവിരുദ്ധമായ ഒന്നാണ്. അത്തരത്തിലുള്ളൊരു കാര്യം ആ പ്രവർത്തക യോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല എന്ന് സഖാവ് പിണറായി തന്നെ വളരെ വ്യക്തമായി. കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും 2 ദിവസമായി നടന്ന സംസ്ഥാന കമ്മിറ്റിയുമാണ് പാർട്ടി ഘടകങ്ങളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി ചർച്ച ചെയ്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിലമ്പൂർ MLA ആയി ആര്യാടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭയിൽ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സ്പീക്കർ AN ഷംസീർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ്, മന്ത്രി K രാജൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. ഭരണ പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ ഷൗക്കത്തിന് ആശംസകൾ നേർന്നു. തന്റെ പിതാവിന്റെ പാത പിന്തുടരുമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഷൗക്കത്ത് പ്രതികരിച്ചു. PV അൻവറിനെ സഹകരിപ്പിക്കേണ്ട എന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനം. അൻവറിനു വേണ്ടി K സുധാകരൻ വാദിച്ചെങ്കിലും ഭൂരിപക്ഷം പേരും എതിർത്തു. ശശി തരൂരിനെതിരെയും വിമർശനമുണ്ടായി. എന്നാൽ തരൂരിനെ ചേർത്ത് നിർത്തണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അതേസമയം ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കം നേതൃയോഗത്തിൽ ചർച്ചയായില്ല. ജയത്തിന്റെ ക്രെഡിറ്റ് നിലമ്പൂരിലെ ജനങ്ങൾക്കാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് ശേഷം ചേർന്ന KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ PV അൻവർ മുഖ്യ ചർച്ചാ വിഷയമായി. തൽക്കാലം അൻവറിനെ എടുക്കേണ്ടതില്ല എന്നാണ് ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത്. അൻവറിന്റെ പിന്തുണ ഇല്ലാതെ തന്നെ മികച്ച ഭൂരിപക്ഷം നേടാൻ UDFന് കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ അൻവറുമായി ഒരു കൂട്ടുകെട്ട് ധൃതിയിൽ വേണ്ട എന്ന് പൊതുവികാരമുണ്ടായി. എന്നാൽ യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത K സുധാകരൻ അൻവറിനെ എടുക്കണമെന്ന വാദം ഉന്നയിച്ചു. പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം കണക്കിലെടുത്ത് അൻവറിന് മുന്നിൽ വാതിൽ തുറക്കേണ്ടതില്ല എന്നാണ് യോഗം തീരുമാനിച്ചത്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കി പോളിംഗ് ദിനത്തിൽ ശശി തരൂർ നടത്തിയ പ്രസ്താവനയിൽ വിമർശനമുയർന്നു. തരൂരിന്റെ വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്ന അഭിപ്രായവും ഉയർന്നു. എന്നാൽ ആശയക്കുഴപ്പം ഒഴിവാക്കി തരൂരിനെ ഒപ്പം നിർത്തി തന്നെ പാർട്ടി മുന്നോട്ട് പോകണമെന്നാണ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടത്. അതേസമയം നിലമ്പൂരിലെ വിജയത്തെ ചൊല്ലിയുള്ള ക്രെഡിറ്റ് തർക്കം രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ചയായില്ല. താൻ മേജറോ ക്യാപ്റ്റനോ അല്ല, ഒരു സാധാരണ ജവാൻ മാത്രമെന്നാണ് ഇതേക്കുറിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. നിലമ്പൂരിലെ വിജയത്തിന്റെ ക്രെഡിറ്റ് ജനങ്ങൾക്കാണെന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ മത്സരിക്കുമെന്ന് PV അൻവർ. തൃണമൂൽ കോൺഗ്രസ് അതിന് നേതൃത്വം വഹിക്കും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുണ്ടാകും. 3 മുന്നണികൾക്കും ബദലായി ജനകീയ മുന്നണി മാറുമെന്നും PV അൻവർ വയനാട്ടിൽ പറഞ്ഞു. ഇപ്പം നിലമ്പൂർ നമ്മൾ മത്സരിച്ചതുപോലെ തന്നെ നമ്മളൊരു ജനകീയ മുന്നണി നമ്മളിവിടെ പലരുമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചെറുകിട കക്ഷികൾ, അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും മീശ മുളക്കാത്ത കുട്ടികളാണ് ആ സംഘടനകളൊക്കെ. പക്ഷേ അതിന് എത്രത്തോളം വേരുകളുണ്ട് എന്നുള്ളത് ഈ 3 മാസം കഴിയുമ്പോൾ, ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം. നിലമ്പൂരിൽ വിജയിച്ചത് കോൺഗ്രസും UDFുമല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രീണന രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഇടതു വലതു മുന്നണികൾ നിലമ്പൂരിൽ മത്സരിച്ചതെന്നും ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നുള്ള ഈ കൂട്ടുകെട്ട് നിലമ്പൂരിൽ വിജയിച്ചതുപോലെ കേരളത്തിൽ മറ്റൊരിടത്തും ഏൽക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തൃശൂർ നടക്കുന്ന BJP നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ജയം UDFിന്റെ കാൻഡിഡേറ്റ് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. പക്ഷെ അത് ആര്യാടൻ ഷൗക്കത്താണോ ജയിച്ചത്? ഈ റിസൾട്ടിന്റെ ഒരു അനാലിസിസ് നോക്കിയാൽ ആരെങ്കിലും ഒരു ഡിസ്കഷൻ BJPക്കാരാവേണ്ട ആവശ്യമില്ല. ഒരു മീഡിയക്കാരനാണോ, ഒരു അനലിസ്റ്റ് ആണെങ്കിൽ ഈ ഇലക്ഷന്റെ റിസൾട്ട് നോക്കിയാൽ എന്താണ് നമ്മുടെ അതിന്റെ ഒരു അസസ്മെന്റ്? കേരള കോൺഗ്രസ് എം UDFിലേക്കില്ലെന്ന് ആവർത്തിച്ച് ജോസ് കെ മാണി. UDFുമായി ചർച്ച നടക്കുന്നുവെന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. LDFിൽ ഹാപ്പിയാണെന്നും ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു. ഇനി അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്ന് വിചാരിക്കുക, ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ?
അപ്പം അങ്ങനെ ഒരു ചർച്ചയില്ല. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്വാഗതം ചെയ്യുന്നു എന്ന് സന്തോഷം. പക്ഷേ ഇപ്പോൾ ഘടകകക്ഷിയുടെ പുറകെ കേരള കോൺഗ്രസിന് നിലപാട് അറിയിച്ചു, ഇപ്പോൾ CPIയുടെ പുറകെ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല. അങ്ങനെ കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ശക്തമായ കടൽക്ഷോഭത്തിൽ 1 മരണം. തൃശൂർ ജില്ലയിൽ ഒറ്റപ്പെട്ട കനത്ത മഴ സാധ്യതയും നാളെ തുടരുന്നതിനാൽ ശനിയാഴ്ച ക്ലാസ് വെക്കേണ്ടതില്ലെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മറ്റെല്ലാ ജില്ലകളിലും നാളെ യെല്ലോ അലർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മണിക്കൂറിൽ 45 മുതൽ 65 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ ശക്തമായ തിരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പുതുക്കുറ തൈവിളാകം വീട്ടിൽ ആന്റണിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ മലമ്പുഴ അണക്കെട്ടിലെ ഷട്ടറുകൾ ഉയർത്തി. എറണാകുളത്ത് കനത്ത മഴയിൽ വീടുകൾ നിലംപൊത്തി. നാളെ സംസ്ഥാനത്ത് ശക്തമായ കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിന് സാധ്യതയുണ്ട്. അടുത്ത 5 ദിവസവും മഴ തുടരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട്ടിൽ 3 ദിവസമായി തുടരുന്ന മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം. ജലനിരപ്പ് ഉയർന്നതിനാൽ ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ തുറന്നു. വെള്ളമുണ്ട പുളിഞ്ഞാലിൽ റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ 26 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കോട്ടത്തറ, പനമരം, പടിഞ്ഞാറത്തറ ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണി നേരിടുകയാണ്. ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ തുറന്നതോടെ ഈ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ വെള്ളം കയറും. അതേസമയം വെള്ളമുണ്ട പുളിഞ്ഞാലിൽ റോഡിൽ കുഴി രൂപപ്പെട്ടത് ആശങ്ക സൃഷ്ടിച്ചു. ഇതോടെ ഈ പ്രദേശത്തെ 26 ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബാണാസുര സാഗർ ഡാമിലെ ഒരു സ്പിൽവേ ഷട്ടർ ഉയർത്തി സെക്കൻഡിൽ 50 ക്യൂബിക് മീറ്റർ വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കിവിടുന്നുണ്ട്. പുഴയുടെ തീരങ്ങളിലുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അണക്കെട്ടിന്റെ പൂർണ്ണ സംഭരണശേഷിയായ 775.60 മീറ്ററിലേക്ക് ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഷട്ടറുകൾ തുറന്നു വെള്ളം ഒഴുക്കിവിടാനുള്ള സാഹചര്യമുണ്ടായത്. ഇതിനിടയിൽ അണക്കെട്ടിലെ അധിക ജലം കുറ്റ്യാടി തടത്തിലേക്ക് ടണൽ വഴി കഴിഞ്ഞ ആഴ്ച ഒഴുക്കിവിട്ടിരുന്നു. കബനി നദിയിലെ പെരിക്കല്ലൂർ, മരക്കടവ് എന്നീ കടവുകളിലെ തോണി സർവീസ് തൽക്കാലം നിർത്തിവെക്കാനും നിർദ്ദേശമുണ്ട്. ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിലും നിയന്ത്രണമുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മുണ്ടക്കൈ മേഖലകളിലെ തോട്ടങ്ങളിൽ തൊഴിലാളികളെ പ്രത്യേക അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പ്രവേശിപ്പിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ അണക്കെട്ട് നാളെ തുറന്നേക്കും. 134.6 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. റൂൾ കർവ് അനുസരിച്ച് ജൂൺ 30 വരെ 136 അടി വെള്ളമാണ് മുല്ലപ്പെരിയാറിൽ സംഭരിക്കാൻ കഴിയുക. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ ജലനിരപ്പ് 134.6 അടിയിലെത്തി. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നതിനുള്ള മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് തമിഴ്നാട് നൽകി. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ ശനിയാഴ്ച അണക്കെട്ട് തുറക്കാനാണ് തമിഴ്നാട് തീരുമാനം. നിലവിലെ റൂൾ കർവ് പ്രകാരം 136 അടി വെള്ളമാണ് തമിഴ്നാടിന് ജൂൺ 30 വരെ സംഭരിക്കാനാകുക. സെക്കൻഡിൽ 6100 ഘനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. 135 അടിയിൽ താഴെയാണ് ജലനിരപ്പ് എന്നതിനാൽ തമിഴ്നാടിന് പരമാവധി 2000 ഘനയടി വെള്ളം വരെ വൈഗയിലേക്ക് കൊണ്ടുപോകാം. നിലവിൽ 1860 ഘനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത്. നീരൊഴുക്ക് വർദ്ധിച്ച് അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യം വന്നാലും പെരിയാറിൽ ജലനിരപ്പ് കുറഞ്ഞു നിൽക്കുന്നതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 72 അടി പരമാവധി സംഭരണ ശേഷിയുള്ള വൈഗ അണക്കെട്ട് ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. സെക്കൻഡിൽ 3000 ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. 2021 ഡിസംബറിൽ മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് പെരിയാറിലേക്ക് വെള്ളമൊഴുക്കിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2022 ഓഗസ്റ്റിലാണ് അണക്കെട്ട് അവസാനമായി തുറന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. തൃശൂർ കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണ് 3 മരണം. പശ്ചിമബംഗാൾ സ്വദേശികളായ റബുൾ ഇസ്ലാം, റാബുൽ മനാൻ, അബ്ദുൾ അലീം എന്നിവരാണ് മരിച്ചത്. രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. കൊടകര പഞ്ചായത്തിന് സമീപത്തെ കാലപ്പഴക്കം ചെന്ന ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത്. സംഭവ സമയത്ത് കെട്ടിടത്തിൽ 17 അതിഥി തൊഴിലാളികളുണ്ടായിരുന്നു.
കെട്ടിടം വീഴുന്ന ശബ്ദം കേട്ട 14 പേർ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എന്നാൽ റാബുൽ ഇസ്ലാം, റാബുൽ മനാൻ, അബ്ദുൾ ആലിം എന്നിവർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയായിരുന്നു. രക്ഷപ്പെട്ടവർ നൽകിയ വിവരമനുസരിച്ച് ചാലക്കുടി ഫയർഫോഴ്സും കൊടകര പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിനാൽ അവ മാറ്റുക എളുപ്പമല്ലായിരുന്നു. ഒടുവിൽ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് നടത്തിയ തിരച്ചിലാണ് മൂവരെയും കണ്ടെത്തിയത്. രാത്രി സമയത്താണ് കെട്ടിടം വീണിരുന്നെങ്കിൽ എല്ലാവരും മരണപ്പെട്ടേനെയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. രാത്രിയിൽ സംഭവിച്ചെന്ന് ഇത് ആരും അറിയാൻ പോണില്ല. ഇത് ഇവിടെ 2-3 പേര് പറഞ്ഞത് ഇവിടെ ഒരു 100-110 കൊല്ലം പഴക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ശരിക്കും നമുക്ക് അറിയില്ല. ബോഡി എന്ന് പറയാൻ 2 ആൾ ഇവിടെ വെച്ച് തീർന്നു. ഒരാൾ ലൈനിൽ പോയി ഇത്തിരി ഇതുണ്ടായിരുന്നു, ഒരു അനക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ CPR കണ്ടാവാനം കൊടുത്ത് നോക്കി ശാന്തി ഹോസ്പിറ്റലിൽ. രക്ഷിക്കാൻ പറ്റില്ല. ഒരു സങ്കടം ഉണ്ട്. എന്ന് വെച്ചാൽ നൈറ്റിലാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ വൺ ദുരന്തമായിരിക്കും. ഇത് അങ്ങനെ 10-30-25 ആളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. കുറച്ച് ആൾക്കാർ ഓടില്ല. പിന്നെ പെരുന്നാളിൻ്റെയൊക്കെ കുറച്ചാൾ പെരുന്നാൾ അതിൻ്റെ കുറേ പോവും. മുസ്ലിംസാണ് അധികം ഉള്ള നല്ല നിസ്കാരമുള്ള. ഇവരോണ്ട് വേറെ അലമ്പോ ഒന്നുമില്ല. നല്ല ആൾക്കാർ, ഇത്രയും നല്ല ആൾക്കാരൊന്നും കണ്ടല്ലോ, അത്ര നല്ല ആൾക്കാർ. അപ്പോൾ അങ്ങനെ ആ പെരുന്നാളിൽ അവർ പോയിട്ട് കുറേ ആൾക്കാർ, അല്ലെങ്കിൽ ഇത് വലിയൊരു ദുരന്തമായാനത്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളിക്കിടയിൽ നിന്നാണ് റാബുൽ ഇസ്ലാം, റാബുൽ മനാൻ എന്നിവരെ കണ്ടെത്തിയത്. ആലിമിനെ സമീപത്തു നിന്നും കണ്ടെത്തി. മൂവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണപ്പെടുകയായിരുന്നു. അതേസമയം മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും തകർന്ന കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ കൊടകരയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. തൊഴിലാളികളുടെ മൃതദേഹം സ്വന്തം നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടികൾ തൊഴിൽ വകുപ്പ് കൈക്കൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. ഹിമാചൽ പ്രദേശിലെ കുളു, കാംഗ്ര ജില്ലകളിൽ ശക്തമായ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ 5 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. നിരവധി പേരെ കാണാതായി. വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ധർമ്മശാലയിലെ പ്രിയദർശിനി ജലവൈദ്യുത പദ്ധതി പ്രദേശത്ത് കാണാതായ 3 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇവിടുത്തെ തൊഴിലാളികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഇനി ടോപ്പ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. കടലാക്രമണത്തിൽ സംരക്ഷണ ഭിത്തി നശിച്ചതോടെ വർഷങ്ങളായി ദുരിതം അനുഭവിക്കുകയാണ് ഗോദീശ്വരം നിവാസികൾ. ചെറിയൊരു തിരയടിച്ചാലും വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയായതിനാൽ ഭയന്നാണ് ഇവർ ജീവിക്കുന്നത്. കടൽഭിത്തിയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്കായി ഫണ്ട് വകയെത്തിയിട്ടുണ്ടെങ്കിലും അത് വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. വാർത്ത കാണാം. ഗോദീശ്വരം ജനവാസ മേഖലയിൽ 30 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കരിങ്കൽ ഭിത്തി കടലാക്രമണത്തിൽ തകർന്നിട്ട് കാലങ്ങളേറെയായി. മഴ പെയ്താലോ തിരയൊന്ന് ആഞ്ഞടിച്ചാലോ പരിസരത്തെ 40ഓളം വീടുകളുടെ പകുതിയോളം വെള്ളമെത്തും. കടലേറ്റ സമയങ്ങളിൽ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കേണ്ട അവസ്ഥയിലാണിവർ. വർഷങ്ങളായി ഈ ദുരിതം അനുഭവിക്കുകയാണെന്നും ഉടനടി 535 മീറ്റർ കടൽഭിത്തി പുനർനിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നമ്മളിപ്പോൾ 40 കൊല്ലത്തോളം ഇവിടെ ജീവിക്കണേ. ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വെള്ളം കയറുകയാണ്. ഞങ്ങളെ കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ കിടക്കണം. അതിയാളുടെ കുട്ടികളിന് കിടക്കണ്ടെങ്കിൽ ഓൽക്ക് ടെൻഷൻ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ വീട്ടിലൊക്കെ വെള്ളമാണ്. ഇവിടെയൊക്കെ ഫുള്ള് മണ്ണിട്ടിട്ട് നിൽക്കുകയാണ്. രാത്രി കിടക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി കിടക്കുകയൊക്കെ ചെയ്യും. എന്താ ആരോടും പറഞ്ഞിട്ട് ഇതില്ല. ഓർക്ക് ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഞങ്ങൾ വണ്ടിക്കായിട്ടല്ലേ നടന്നു പോകുമ്പോൾ കടലിങ്ങോട്ട് അടിച്ച് കയറിയിട്ട് ചിലപ്പോൾ മക്കളെ മേത്തെ കല്ലൊക്കെ തെറിച്ചിരിക്കണേ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആരോട് പറയാനാണ്. ഞങ്ങൾ കടലിൻ്റെ അടുത്ത് ജീവിതമായി പോയില്ല. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കടൽഭിത്തിയുടെ പുനരുദ്ധാരണത്തിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിൽ ഉടൻ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെന്നും ഇനിയും അലസത തുടർന്നാൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്നും BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു പറഞ്ഞു. ഇത് വഞ്ചനയാണ്, കടുത്ത ജനങ്ങളോടുള്ള അവഗണനയാണ്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം. ഒരു ജീവനെ കടലെടുത്തിട്ട് പിന്നെ നിങ്ങൾ ഒരു പരിഹാര മാർഗവും ഗോദീശ്വരത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇതാണ് അവിടുത്തെ പ്രശ്നം. ജനകീയ ഇടപെടൽ ഇനിയും ശക്തമാക്കും ഇക്കാര്യത്തിൽ. സംരക്ഷണ ഭിത്തി നശിച്ചതിനാൽ ചെറിയൊരു തിരയടിച്ചാൽ പോലും വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറും. ഇതോടെ വലിയ ആശങ്കയിലാണ് ഗോദീശ്വരത്തെ 50ഓളം കുടുംബങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. പ്രശ്നത്തിനുടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്. പല കുടുംബവും പണം വാങ്ങി ഒഴിഞ്ഞുപോയി. അവിടെയാണിപ്പോൾ നിർമ്മാണം നടക്കുന്നതെന്നും ഇവിടേക്ക് സർക്കാർ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നും ഗോദീശ്വരം നിവാസികൾ പറയുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ കടലിൽ കയറണതാണ്. ഞങ്ങൾ ഇവിടെ പേടിയോടെ മക്കളെ ജീവിക്കണം.
ഇവിടെ ഒരു വർഷം ആ വീടിൻ്റെ തറ വരെ പൊക്കത്തിൽ വെള്ളം നിന്ന്. മുഹമ്മദ് റസാറൊക്കെ വന്നിട്ട് പറഞ്ഞു മന്ത്രി സഹായം തരാറ്, ഇതുവരെ ആ സഹായം ഒന്നും കിട്ടിയില്ല, ഇവർ വന്നിട്ടില്ല. ഞങ്ങളിവിടെ ഈ കടലിലെതിലാണ് ജീവിക്കണത്, പേടിച്ചുകൊണ്ടാണ് ജീവിക്കണത്. ഇവർ 10 ലക്ഷം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് വീട് സ്ഥലമൊന്നും കിട്ടൂല. അത് കിട്ടിയിട്ടൊന്നും എവിടെയും പോയി വീട് സ്ഥലം എടുക്കാനൊന്നും കഴിയില്ല. വരുന്ന സർക്കാരിനോട് മുഴുവനും പറയേണ്ടത് ഒരു സർക്കാർ ഇതുവരെയായിട്ട് ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. അവിടെ നിന്ന് ഇപ്പോൾ എത്രയോ ജനങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി. 4-5 വീട്ടുകാർ 5-6 വീട്ടുകാർ അവിടെ ഒഴിഞ്ഞു പോയി. 10 ലക്ഷം ഉറുപ്പിക 50,000 പോയി. അവിടെയാണ് ഇപ്പം പണി എടുക്കണത്. ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് സർക്കാർ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പറഞ്ഞ് പാസ്സായിക്കണേ, അടുത്ത പ്രാവശ്യങ്ങൾക്ക് കിട്ടും, അടുത്ത പ്രാവശ്യം എടുക്കും. ഏത് പാസ്സായിക്കണം, എവിടെ പാസ്സായിക്കണം? ഇവിടെ ജനങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഒരു പാസ്സാക്കിയിട്ട് ഒരു പണിയെടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിവരങ്ങൾ കോഴിക്കോട് നിന്നും ലക്ഷ്മി പ്രിയ നൽകും. ലക്ഷ്മി, നിരവധി പരാതികൾ നൽകിയിട്ടും പ്രതിഷേധിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നത് പ്രദേശവാസികളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ആളുകൾ ഒഴിഞ്ഞുപോയ സ്ഥലത്ത് കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നു. എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ലക്ഷ്മി? ഗോദീശ്വരത്ത് 30 വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. എന്നാൽ 10 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് വീടുകളിലേക്ക് വെള്ളം എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കടലേറ്റമോ അല്ലെങ്കിൽ മഴക്കാലമോ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതേ തുടർന്ന് പലതവണ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നടപടിയൊന്നും എടുത്തില്ല എന്നാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതേ തുടർന്ന് BJP അടക്കമുള്ള പാർട്ടികൾ പ്രതിഷേധിച്ചിരുന്നു. എങ്കിൽ പോലും ഇതുവരെയായിട്ടും നടപടി ഉണ്ടായിട്ടില്ല. അതേസമയം BJP നേതാക്കളടക്കം പറയുന്നത് ഇനിയും നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധം തന്നെ ഉണ്ടാകും എന്നുള്ള മറുപടിയാണ് ഇവർ പറയുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അധികൃതർ പറയുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഗോദീശ്വരന്റെ മറ്റു പല ഭാഗങ്ങളിലും ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. പ്രധാനമായും ആളുകൾ പറയുന്നത് ഇപ്പോൾ ആളുകൾ താമസിക്കുന്ന ഭാഗത്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് നടത്തണം എന്നുള്ളതാണ്. ഇനിയും നടത്തിയിട്ടില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് നാട്ടുകാരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും തീരുമാനം. അതുതന്നെയാണ്, വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും ലക്ഷ്മി പ്രിയ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. ഒരുപാട് കായിക സ്വപ്നങ്ങളെ വളർത്തിയെടുത്ത തിരുവനന്തപുരം വലിയതുറ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അവസ്ഥ ശോചനീയം. രൂക്ഷമായ കടൽക്ഷോഭത്തിൽ ഗ്രൗണ്ടിന്റെ 3/4 ഭാഗത്തോളം ഒലിച്ചുപോയി. ഫുട്ബോൾ ഗ്രൗണ്ട് പൂർണ്ണമായും കടൽ കവരുമോ എന്ന ആശങ്കയിലാണ് വലിയതുറ നിവാസികൾ. മലപ്പുറത്ത് മാത്രമല്ല, ഇങ്ങ് തലസ്ഥാന നഗരത്തും ഫുട്ബോൾ സ്നേഹികളുണ്ട്. ഒരുപാട് കായിക താരങ്ങളെ വളർത്തിയെടുത്ത കളിക്കളമാണ് വലിയതുറ ഫുട്ബോൾ ഗ്രൗണ്ട്. ഫുട്ബോൾ കളിക്കാനും മറ്റ് കായിക വിനോദങ്ങൾക്കുമൊപ്പം ഒത്തുചേരലിന്റെ വേദി കൂടിയായിരുന്നു ഈ വലിയതുറയിലെ കളിക്കളം. ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ 3/4 ഭാഗത്തോളം നിലവിൽ കടലെടുത്തു കഴിഞ്ഞു. കൂട്ടുകാർക്കൊപ്പം വൈകുന്നേരങ്ങൾ മനോഹരമാക്കിയ തങ്ങളുടെ കളിക്കളം ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് കുട്ടി കായിക താരങ്ങൾ. നേരത്തെ നല്ല ഗ്രൗണ്ടായിരുന്നു, ഇപ്പൊ കടലെടുത്ത് ഇപ്പൊ നല്ലപോലെ കളിക്കാനൊന്നും പറ്റുന്നില്ല. നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റുമായിരുന്നു, ഇപ്പൊ ഒട്ടും പറ്റുന്നില്ല. പാടുണ്ട് തല്ലടക്കം. പണ്ട് ഇപ്പോൾ കാണുന്നതിലും ഇരട്ടിയിലധികം വലിപ്പമുണ്ടായിരുന്നു വലിയതുറയിലെ ഈ ഫുട്ബോൾ ഗ്രൗണ്ടിന്. കാലങ്ങളായുണ്ടായ കടൽക്ഷോഭത്തിൽ ഇന്ന് ഈ കാണുന്ന സ്ഥിതിയിലേക്ക് ഫുട്ബോൾ ഗ്രൗണ്ട് മാറി. അവശേഷിക്കുന്നത് കൂടി കടൽ കവരുമോ എന്ന ആശങ്കയിലാണ് വലിയതുറയിലെ നിവാസികൾ. 11s കളിക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ടായിരുന്നു. അതായത് 2 ഫുട്ബോൾ ടീമിന് സുഖമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഈ കടലാക്രമണം കാരണം ഇപ്പോൾ വന്ന് 3 പേർക്ക് കളിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഈ ഗ്രൗണ്ടിൽ മുമ്പൊക്കെ ഫുട്ബോൾ കളി വൈകുന്നേരവും ടിക്കറ്റ് വെച്ച് നമ്മുടെ കോർപ്പറേഷൻ്റെ ഇതിൽ നടത്തിയിട്ടുണ്ട്. അത് ഇവിടെ ക്ലബിൻ്റെ രീതിയിൽ നടത്തിയിട്ടുണ്ട്. അതിന് പുറമെ നൈറ്റ് പൊതുജനങ്ങൾക്ക് ഇവിടെ സിനിമ പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടമൊക്കെ വളരെ നന്നായിരുന്നു. കടലാക്രമണം തുടങ്ങി വേലിയേറ്റം ശക്തമായതോടെ നമ്മുടെ തീരപ്രദേശം മൊത്തത്തിൽ പോയി. ഇഷ്ടം പോലെ പിള്ളേർ വരും, അങ്ങുവരെ അതുകൊണ്ട് ആ തിരയടിക്കുന്ന അവിടം വരെ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് എല്ലാം പോയി. കളിച്ചു. വലിയ ഉദ്യോഗത്തിലൊക്കെ ഇഷ്ടം പോലെ പേര്, ഒരുപാട് പേര്. ഇതുപോലെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ കൊച്ചു നഗരങ്ങളിലും ഒരുപാട് കളിക്കളങ്ങളുണ്ട്. യുവ കായിക താരങ്ങളെ വാർത്തെടുക്കാൻ മാത്രം കെൽപ്പുള്ളവ. ഇവ സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു യുവതിയുടെ കൂടി ആവശ്യമാണ്. ക്യാമറാമാൻ രാജേഷ് താവലോടിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്നേറെ ചർച്ചയായ വാർത്തയിലേക്കാണ് ഇനി. സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സൂംബ ഡാൻസ് ഉൾപ്പെടുത്തിയ തീരുമാനത്തിനെതിരെ മുസ്ലിം മതസംഘടനകൾ. കാലത്തിനനുസരിച്ച് മാറി ചിന്തിക്കണമെന്ന് മതസംഘടനകൾക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ മറുപടി. മുസ്ലിം മതസംഘടനകൾക്ക് പുനർവിചിന്തനം നടത്തേണ്ടി വരുമെന്ന് SFIയും പ്രതികരിച്ചു.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു സൂംബയ്ക്കെതിരെയുള്ള ആദ്യ വിമർശനം. ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ചു തുള്ളുന്നത് പഠിക്കാനല്ല കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത്. ഈ പരിപാടിയോട് മാനസികമായി യോജിക്കാത്ത അധ്യാപകരും രക്ഷിതാക്കളുമുണ്ട്. പ്രതികരിച്ചാൽ എന്താകുമെന്ന ഭീതി പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നു. ഒരധ്യാപകൻ എന്ന നിലയിൽ താൻ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കും. തന്റെ മകനും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നും TK അഷ്റഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. തൊട്ടു പിന്നാലെ സൂംബയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായിയും രംഗത്തെത്തി. അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടുന്ന രീതിയാണ് സൂംബ എന്നും വലിയ കുട്ടികൾ പോലും ഇങ്ങനെ ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹമാണെന്നും നാസർ ഫൈസി കൂടത്തായി പറയുന്നു. സൂംബ എന്നത് ആഭാസമാണ്. മേനിയഴക് പ്രകടിപ്പിക്കാനും ഇടകലർന്ന് ആടിപ്പാടാനും ധാർമ്മിക ബോധം അനുവദിക്കാത്ത വിദ്യാർത്ഥികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മൗലിക അവകാശത്തിനും നേരെയുള്ള ലംഘനമാവും ഇതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അതേസമയം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും ഭാഗമാകണമെന്ന് SFI നിലപാട് വ്യക്തമാക്കി. സൂംബ നൃത്തത്തെ എതിർക്കുന്ന മതസംഘടനകൾക്ക് പുനർവിചിന്തനം നടത്തേണ്ടി വരുമെന്നും SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആദർശം സജി പറഞ്ഞു. ഇത് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമായി എല്ലാവരും കാണണം. അത് മതമെന്നോ ജാതിയെന്നോ അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും വേർതിരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും അതൊരു പോരാട്ടമായി ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുക, അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സൂംബയ്ക്കെതിരെ സമസ്തയുടെ യുവജന വിഭാഗം രംഗത്തെത്തിയതിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും പ്രതികരിച്ചു. നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം പിന്നിടാണ്. ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും രണ്ടും ഉറപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ്. വളരെ ആഹ്ലാദപൂർവ്വം ഉല്ലാസപൂർവ്വമാണ് കുട്ടികളും സ്കൂൾ സമൂഹമാകെ അത് ഏറ്റെടുത്തിട്ടുള്ളത്. അതിലെന്താ തെറ്റ്? അമൃത ന്യൂസ്, കോഴിക്കോട്. കായികവും മാനസികവുമായ ഉല്ലാസം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു രീതിയാണ് സൂംബ ഡാൻസ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കായികക്ഷമത ഏറ്റവും കുറവുള്ള കുട്ടികളുള്ള സംസ്ഥാനമാണ് കേരളം. ഇതിനെതിരായി നിന്നിട്ടുള്ള സംഘടനകളെ ഇത് ബോധ്യപ്പെടുത്തും. ഏകപക്ഷീയ നിലപാട് സ്വീകരിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം VSന്റെ ആരോഗ്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടെന്ന് പറയാൻ കഴിയുന്ന നിലയിലല്ല എന്നും അദ്ദേഹം ഒപ്പം കൂട്ടിച്ചേർത്തു. അതായത് കായികവും മാനസികവുമായ ഒരു ഉല്ലാസം രൂപപ്പെടുത്താൻ വേണ്ടി പുതിയ തലമുറയിൽ ശരിക്കും പറഞ്ഞാൽ വാമിംഗ് അപ്പാണ്. സ്പോർട്സ് അറിയുന്നവരുണ്ടോ ഇതിൻ്റെ അകത്ത്? അറിയാമല്ലോ, വാമിംഗ് അപ്പാണ്. അതുണ്ടാവും. എതിരായിട്ടുള്ള സംഘടനകളുടെ അവരെ ബോധ്യപ്പെടുത്തുക, പരസ്പരം മനസ്സിലാക്കുക, എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അതിലൊന്നും നമ്മളിപ്പോൾ ഏകപക്ഷീയമായോ ഏകാധിപത്യപരമായ ഒരു നിലപാടൊന്നും ചെയ്യുന്നു. വേണ്ടവർക്ക് ചെയ്യാം, ചെയ്യാതിരിക്കുന്നവർ ചെയ്യാതിരിക്കട്ടെ. ഭരണഘടനയിൽ കോൺഗ്രസ് നിലപാടിനെതിരെ RSS രംഗത്ത്. ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ പദങ്ങൾ ഒഴിവാക്കണമെന്ന് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് സർക്കാർ അടിയന്തരാവസ്ഥ കാലത്ത് ചേർത്ത പദങ്ങളാണ് ഇവ എന്നും അദ്ദേഹം ആരോപിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാരാണ് സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത്. 50 വർഷം മുൻപ് ഇന്ദിരാഗാന്ധി സർക്കാർ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയ്ക്ക് കോൺഗ്രസ് മാപ്പ് പറയണമെന്നും ദത്താത്രേയ ഹൊസബളെ ആവശ്യപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെന്നും നീതിന്യായ വ്യവസ്ഥയുടെയും മാധ്യമങ്ങളുടെയും സ്വാതന്ത്ര്യം കടുത്ത അടിച്ചമർത്തലിന് വിധേയമായെന്നും ഹൊസബളെ പറഞ്ഞു. അക്കാലത്ത് വലിയ തോതിലുള്ള നിർബന്ധിത വന്ധ്യംകരണ ക്യാമ്പയിനുകൾ നടന്നതായും ഹൊസബളെ ചൂണ്ടിക്കാട്ടി. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തവർ ഇന്ന് ഭരണഘടനയുടെ പകർപ്പുമായി നടക്കുകയാണ്. കോൺഗ്രസ് ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. അവർ മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിങ്ങളുടെ പൂർവികന്മാരാണ് അത് ചെയ്തത്. നിങ്ങൾ അതിനുവേണ്ടി രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധിയോടായി ദത്താത്രേയ ഹൊസബളെ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, അമൃത TV. സെൻസർ ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ജാനകി സീത എന്നൊക്കെ സിനിമയ്ക്ക് പേരിട്ടാൽ എന്താണ് കുഴപ്പമെന്ന് കോടതി. സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ പേര് മാറ്റണമെന്ന സെൻസർ ബോർഡ് തീരുമാനത്തിനെതിരെയാണ് കോടതിയുടെ വിമർശനം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡ് വീണ്ടും നിർദ്ദേശിച്ചതാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് അടിസ്ഥാനം. ജാനകി, സീത എന്നീ പേരുകളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന പേരല്ലേ? ഇത് ഒരു സിനിമയ്ക്ക് കഥാപാത്രമായാൽ അല്ലെങ്കിൽ സിനിമയ്ക്ക് അങ്ങനെ ഒരു പേരിട്ടാൽ എന്താണ് കുഴപ്പമെന്ന് ഹൈക്കോടതി ചോദിച്ചു. സാധാരണഗതിയിൽ സെൻസർ ബോർഡിന്റെ അധികാരത്തിൽ ഹൈക്കോടതി ഇടപെടാറില്ല. പക്ഷേ വിചിത്രമായ ഈ നിർദ്ദേശമാണ് കോടതിയുടെ ഇടപെടലിന് ആധാരം. ജാനകി എന്ന പേര് ദൈവത്തിന്റെ പര്യായ നാമമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെൻസർ ബോർഡ് പേരിന് അനുമതി നിഷേധിച്ചത്. ചിത്രത്തിന്റെ പേര് മാറ്റണമെന്ന സെൻസർ ബോർഡിന്റെ പിടിവാശി മൂലം 80 ലക്ഷം രൂപയോളം നഷ്ടമായെന്ന് അണിയർ പ്രവർത്തകരും നിർമ്മാതാക്കളും പറയുന്നു.
സെൻസർ ബോർഡിന്റെ കടുംപിടുത്തത്തിനെതിരെയാണ് നിർമ്മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. സെൻസർ ബോർഡ് ഒന്നുകൂടി ഇക്കാര്യം പരിശോധിക്കുവാൻ ഹൈക്കോടതി അവസരം നൽകിയിരുന്നു. എന്നാൽ റിവ്യൂ കമ്മിറ്റിയും ജാനകി എന്ന പേര് മാറ്റണമെന്ന് നിർബന്ധം പിടിച്ചു. ഇതേ തുടർന്നാണ് ഹൈക്കോടതി ഇന്ന് ഹർജി വീണ്ടും പരിഗണിച്ചത്. ഒരു പേര് കൊണ്ട് എന്ത് കുഴപ്പമാണുള്ളതെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ചോദിക്കുന്നത്. ഹർജിയിൽ കോടതി വിശദമായ വാദം കേട്ട് തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, കൊച്ചി. തിങ്കളാഴ്ച സെൻസർ ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധം നടത്തുമെന്ന് ഫെഫ്ക. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് സെൻസർ അനുമതി നൽകാത്തതിനാണ് പ്രതിഷേധം. ജാനകി എന്ന പേര് സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് ഫെഫ്ക ഭാരവാഹികൾ അറിയിച്ചു. സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകിയ ഹർജിയിൽ കോടതി തീരുമാനം അറിഞ്ഞ ശേഷം സിനിമാ സംഘടനകൾ ചേർന്ന് റിട്ട് ഹർജി നൽകുമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെഫ്ക. ജാനകി എന്ന പേര് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നതിനാലാണ് സെൻസർ അനുമതി നിഷേധിച്ചത്. പ്രാദേശിക സെൻസർ ബോർഡ് ആദ്യം അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഇന്നലെ റിവൈസ് കമ്മിറ്റിയും ചിത്രം കണ്ടിരുന്നു. മികച്ച ചിത്രമെന്ന് സെൻസർ അംഗങ്ങൾ പറഞ്ഞതായും എന്നാൽ പേര് മാറ്റണമെന്ന് നിർദ്ദേശിച്ചതുമായാണ് സംവിധായകൻ ഫെഫ്ക ഭാരവാഹികളെ അറിയിച്ചത്. സെൻസർ ബോർഡ് നടപടിയിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇതിനെ പബ്ലിക് ഡൊമൈനിൽ ഈ വിഷയത്തെ വളരെ സജീവമായി നിലനിർത്തുവാനും തുടർ ചർച്ചകളിലേക്ക് പൊതുസമൂഹത്തെയും മാധ്യമ സമൂഹത്തെയും നിർബന്ധിക്കുവാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് CBFCയുടെ റീജിയണൽ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമര പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഞങ്ങളുടെ സഹോദര സംഘടനകൾ പങ്കെടുക്കും. നിലവിലെ സംഭവങ്ങൾ സിനിമയുടെ മാത്രം പ്രശ്നമായി കാണുന്നില്ലെന്ന് തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കർ അഭിപ്രായപ്പെട്ടു. ഈ സിനിമയെ സംബന്ധിച്ചുണ്ടായ ഒരു വിഷയമായിട്ട് മാത്രം ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ സാംസ്കാരിക രംഗത്ത് സിനിമയടക്കം ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നു എന്ന് കരുതേണ്ടതില്ല. കാരണം ഇത്തരം CBFC പോലെയുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായിട്ട് പുതിയ ഗൈഡ് ലൈനുകൾ എഴുതപ്പെടാത്തതും അല്ലാത്തതും പുതിയ ഗൈഡ് ലൈനുകൾ സ്വയം തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ JSK എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച CBFC ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിൽ അമ്മയടക്കമുള്ള സിനിമാ സംഘടനകളും പങ്കെടുക്കും. സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകിയ ഹർജിയിൽ കോടതി തീരുമാനം അറിഞ്ഞ ശേഷം റിട്ട് ഹർജി നൽകുമെന്നും ഫെഫ്ക ഭാരവാഹികൾ അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. IHRD താൽക്കാലിക ഡയറക്ടർ പദവിയിൽ VA അരുൺകുമാറിനെ നിയമിച്ചതിൽ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി. മുൻ മുഖ്യമന്ത്രിയുടെ മകനായതിന്റെ പേരിൽ യോഗ്യത മറികടന്നോ എന്ന് പരിശോധിക്കണം. ക്ലറിക്കൽ പദവിയിലിരുന്ന വ്യക്തിയെ ഡയറക്ടറാക്കിയത് വിചിത്രമെന്നും കോടതി. IHRD ഡയറക്ടർ പദവി സർവകലാശാല BSc തുല്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേരള യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ വിനോദ് തോമസിന്റെ പരാതിയിലാണ് കോടതിയുടെ പരാമർശം. കേരളത്തിലെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാത്തതിൽ സംസ്ഥാന സർക്കാരിനും ചാൻസലർക്കും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാത്ത സാഹചര്യമാണ് ഹൈക്കോടതിയുടെ വിമർശനത്തിന് അടിസ്ഥാനം. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത് ഗുണകരമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്തെ 13 സർവകലാശാലകളിൽ 12ലും സ്ഥിരം വൈസ് ചാൻസലർമാരില്ല. ഇത് ഗുരുതര സാഹചര്യമാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെയും സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറെയും കോടതി രൂക്ഷമായി വിമർശിച്ചു. ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വടംവലിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലാവുകയാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ അധിക ചുമതല ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് നൽകിയത് ചോദ്യം ചെയ്തുള്ള ഹർജി ഇന്നലെ ഹൈക്കോടതി തള്ളിയിരുന്നു. വിശദമായ വിധിപ്പകർപ്പിലാണ് ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണം. മോഹൻ കുന്നുമ്മലിന് കേരള സർവകലാശാലയുടെ താൽക്കാലിക ചുമതല നൽകിയത് ഹൈക്കോടതി അനുവദിച്ചു. എന്നാൽ പോലും ഇത്തരത്തിൽ താൽക്കാലിക ചുമതലകൾ അല്ലാതെ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അമൃത ന്യൂസ്, കൊച്ചി. കായിക വാർത്തകൾ നോക്കാം. ക്ലബ് ലോക ഫുട്ബോൾ പ്രീ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു. നാളെ രാത്രി നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ ബ്രസീലിയൻ ക്ലബ്ബുകളായ പാൽമറസും ബൊട്ടാഫോഗയും ഏറ്റുമുട്ടും. ബെനഫിക്കയ്ക്ക് ചെൽസിയും PSG-ക്ക് ഇന്റർ മയാമിയുമാണ് എതിരാളികൾ. നോക്കൌട്ടിൽ ഇന്റർ മിലാൻ ഫ്ലൂമെനൻസിനെയും മാഞ്ചസ്റ്റർ സിറ്റി അൽ ഹിലാലിനെയും നേരിടും. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന്റെ എതിരാളികൾ യുവൻസ് ആണ്. ഡോർട്ട്മുണ്ട് മെക്സിക്കൻ ക്ലബ്ബ് മൊണ്ടേറിയെ നേരിടും.
മറ്റു വാർത്തകൾ നോക്കാം. ഇന്ത്യയുമായി വമ്പൻ വ്യാപാര കരാർ ഒപ്പിടുമെന്ന് പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനയുമായി കരാർ ഒപ്പിടുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ സ്വപ്ന പദ്ധതിയായ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ പറ്റി സംസാരിക്കവെയാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യയുമായി തനിക്കൊരു വലിയ ഇടപാടുണ്ടെന്നാണ് വൈറ്റ് ഹൌസിൽ നടന്ന ബിഗ് ബ്യൂട്ടിഫുൾ ഇവന്റിൽ ട്രംപ് സൂചന നൽകിയത്. USഉം ഇന്ത്യയും തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എല്ലാവരും ഒരു കരാറുണ്ടാക്കാനും അതിൽ പങ്കാളികളാകാനും ആഗ്രഹിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇന്നലെ ചൈനയുമായി കരാർ ഒപ്പുവെച്ചു. ഞങ്ങൾക്ക് ചില വലിയ കരാറുകളുണ്ട്. ഒരു വലിയ ഡീൽ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുമായിട്ടാകാമെന്നും ട്രംപ് സൂചന നൽകുന്നു. എല്ലാ രാജ്യങ്ങളുമായും അമേരിക്ക വ്യാപാര കരാറുകൾ ഉണ്ടാക്കില്ലെന്നും ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു. എല്ലാ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധം വളരെ നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉഭയകക്ഷി വ്യാപാരം നിലവിലെ $190 ബില്യൺ നിന്നും 2030 ആകുമ്പോഴേക്കും $500 ബില്യൺ ഉയർത്തുക എന്നതാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫെബ്രുവരിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. USുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാത്ത രാജ്യങ്ങൾക്ക് കനത്ത നികുതി ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനീവയിൽ വെച്ച് കഴിഞ്ഞ മാസം നടന്ന ചർച്ചയിലാണ് USഉം ചൈനയും വ്യാപാര കരാറിന്റെ അന്തിമ കരടിലേക്ക് എത്തിയത്. നേരത്തെ USഉം ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഏതാണ്ട് നിലച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഒഡീഷയിൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വാർഷിക രഥോത്സവത്തിനിടെ അപകടം. 500-ലേറെ പേർക്ക് പരിക്കുപറ്റി. പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. രഥം തള്ളുന്നതിനിടെ ഉണ്ടായ തിരക്കിലാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വൈകുന്നേരം 4 മണിയോടെയാണ് രഥയാത്ര ആരംഭിച്ചത്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തിയത്. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായി 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത 2 പേർ കോളേജിലെ വിദ്യാർത്ഥികളും ഒരാൾ പൂർവ്വ വിദ്യാർത്ഥിയുമാണ്. വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ചയാണ് സംഭവമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ക്രമസമാധാനം തകർന്നുവെന്നും മമതാ ബാനർജിക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സംഭവത്തെ അപലപിച്ച് BJPയും രംഗത്തെത്തി. IIT മദ്രാസ് ക്യാമ്പസിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം. ബുധനാഴ്ച രാത്രി 7:30 ക്യാമ്പസിലൂടെ നടന്നു പോകുന്നതിനിടയിലാണ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനിയാണ് അക്രമത്തിനിരയായത്. പ്രതിയെ സുരക്ഷാ ജീവനക്കാർ കീഴടക്കി പോലീസിന് കൈമാറി. ക്യാമ്പസിലെ ഫുഡ് കോർട്ട് ജീവനക്കാരൻ മുംബൈ സ്വദേശി റോഷൻ കുമാറാണ് പിടിയിലായത്. സുരക്ഷിത ക്യാമ്പസാണ് ലക്ഷ്യമെന്നും ലൈംഗിക അതിക്രമങ്ങൾ അനുവദിക്കില്ല എന്നും IIT അധികൃതർ വ്യക്തമാക്കി. കൊല്ലം കിളികൊല്ലൂരിൽ കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. 17-കാരി നന്ദന സുരേഷിന്റെ മൃതദേഹമാണ് വീടിനടുത്തെ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ഓടയിൽ നിന്നും കണ്ടെത്തിയത്. കിളികൊല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം മുതലാണ് കിളികൊല്ലൂർ സ്വദേശി സുരേഷിന്റെ മകൾ നന്ദയെ കാണാതായത്. കോയിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് നന്ദ. നന്ദയുടെ പിറന്നാൾ ദിവസമായതിനാൽ സഹപാഠിയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ നിന്നും ഇറങ്ങിയ നന്ദ തിരികെ വീട്ടിലെത്തിയില്ല. കുട്ടിയെ കാണാതായത് ചൂണ്ടിക്കാട്ടി വീട്ടുകാർ കിളികൊല്ലൂർ പോലീസിലും പരാതി നൽകിയിരുന്നു. രാത്രി മുഴുവൻ നാട്ടുകാരും പോലീസും ചേർന്ന് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് പ്രദേശവാസികൾ ഇന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് കേട്ട് കുഞ്ഞിന് ഇത് ആശുപത്രിയിൽ പോയിക്കൊണ്ട് തലക്കറക്കം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ആ ഒരു അതേ ഉള്ളല്ല. +2 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബർത്ത്ഡേ ആയിരുന്നെന്ന് പറയുന്നത്. കാൽവഴുതി ആഴത്തിലേക്ക് വീണതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം കണ്ടെത്തിയപ്പോൾ കുട്ടിയുടെ അച്ഛനും ഒപ്പമുണ്ടായിരുന്നു. കുട്ടിയുടെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹമെന്ന് പ്രദേശവാസികൾ പറയുന്നു. സുഹൃത്തുക്കളെ വിളിച്ച് താഴെ ഇറക്കി കൺഫേം ചെയ്യുമായിരുന്നു. വെള്ളത്തിൽ വീണ നിലയിൽ ചെവിയിലൂടെ ബ്ലഡ് ഇങ്ങനെ നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ കയ്യിലൊരു കുറച്ച് പുല്ലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന ഒരു രീതിയിലാണ് കിടന്നിരുന്നത്. പിന്നെ കൂടുതൽ നേരം വെള്ളത്തിൽ കിടന്നതിൻ്റെ ആ ഒരു ഇതും അന്നേരം കാണാനുണ്ടായിരുന്നു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. ഭാരതാംബ വിവാദത്തിൽ പോരവസാനിക്കുന്നില്ല. നിലപാട് വ്യക്തമാക്കി മന്ത്രിസഭ ഗവർണർക്ക് കത്തയച്ചു. സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രമേ പാടുള്ളൂവെന്നറിയിച്ചു. അതിനിടെ സെനറ്റിനുള്ളിലെ ചിത്ര വിവാദത്തിൽ കേരള സർവകലാശാല VCയോട് ഗവർണർ വിശദീകരണം തേടി. ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള പോരിൽ ഗവർണറും സർക്കാരും വീണ്ടും നിലപാട് കടുപ്പിക്കുകയാണ്. കാവിക്കൊടി പിടിച്ച ഭാരതാംബയെ എതിർക്കുന്നതിനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് മന്ത്രിസഭ ഗവർണർക്ക് കത്ത് നൽകി.
ഔദ്യോഗിക പൊതുപരിപാടികളിൽ ത്രിവർണ്ണ പതാക മാത്രമേ പാടുള്ളൂവെന്നും മറ്റേത് ചിഹ്നമായാലും ദേശീയ പതാകയെ അപമാനിക്കുന്നതിന് തുല്യമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. 1947 ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചയെ ഉദ്ധരിച്ചാണ് സർക്കാർ കത്തിൽ വിശദീകരിക്കുന്നത്. ഔദ്യോഗിക പരിപാടികളിൽ ദേശീയ ചിഹ്നവും ദേശീയ പതാകയും ഉറപ്പുവരുത്തണം. ഇക്കാര്യത്തിൽ ഗവർണർ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശം നൽകണമെന്നും കത്തിൽ പറയുന്നു. മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന് കാട്ടി രാജ്ഭവൻ കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിസഭ തീരുമാനമെടുത്ത് ഗവർണർക്ക് കത്ത് നൽകുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ വൈസ് ചാൻസലർ രജിസ്ട്രാറോട് വിശദീകരണം തേടി. നാളെ ഉച്ചയ്ക്ക് മുമ്പ് മറുപടി നൽകണം. രജിസ്ട്രാർക്കെതിരെ പരിപാടിയുടെ സംഘാടകരായ ശ്രീ പത്മനാഭ സേവാ സമിതി VCക്ക് പരാതി നൽകി. പരിപാടിക്കിടെ ഭാരതാംബ ചിത്രം മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടത് അപമാനമായി എന്നാണ് പരാതിയിൽ പറയുന്നത്. VIP സുരക്ഷാ പ്രോട്ടോകോൾ രജിസ്ട്രാർ ലംഘിച്ചതായും ആരോപണമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കോയമ്പത്തൂർ അമൃത വിശ്വവിദ്യാപീഠത്തിലെ അമൃത ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ലോയിലെ വിദഗ്ധ പാനൽ ചർച്ച സംഘടിപ്പിച്ചു. ലഹരി വസ്തുക്കൾക്കെതിരെ ഒരുമിച്ച് എന്ന സന്ദേശവുമായി ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്സ്, നിയമം, മാനസികാരോഗ്യം, സമൂഹം എന്നീ വിഷയങ്ങളിൽ ചർച്ച സംഘടിപ്പിച്ചു. ഹൈക്കോടതി മുൻ ജഡ്ജി PG അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ കോയമ്പത്തൂർ പെർമനന്റ് ലോക്ക് അദാലത്ത് ചെയർമാനും ജില്ലാ ജഡ്ജുമായ G നാരായണൻ, ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ K രമേശ് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് M മതിവാനൻ, അഡ്വക്കേറ്റ് V സ്റ്റെഫിന റോസ്, ഡോക്ടർ സന്തോഷ് ഗാന്ധി തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ക്രിമിനോളജി, ലോക്ടോപ്സ്, കോയമ്പത്തൂർ ജില്ലാ നിയമസേവന അതോറിറ്റി, അമൃത വിശ്വവിദ്യാപീഠത്തിലെ NSS യൂണിറ്റ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള വിഷൻ ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് 1000 നാളെ കൊച്ചിയിൽ നടക്കും. കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി രൂപ പിന്നിട്ടതിന്റെ അനുമോദന സമ്മേളനമാണ് ഗ്രാൻഡ് 1000. ആഘോഷ പരിപാടികൾ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി താജ് വിവാന്തയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഡിസ്നി കൺട്രി മാനേജർ K മാധവൻ മുഖ്യാതിഥിയായിരിക്കും. MP ഹൈബി ഈഡൻ, MLA TJ വിനോദ്, അമൃത TV ബിസിനസ് ഹെഡ് ശിവകുമാർ R എന്നിവർ പങ്കെടുക്കുമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ 6ാമത്തെ ഇന്റർനെറ്റ് സേവന ദാതാവാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. ഗ്രാമീണ മേഖലയിലെ വയർഡ് ബ്രോഡ്ബാൻഡ് സേവന ദാതാക്കളുടെ പട്ടികയിൽ കേരള വിഷൻ 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഈ രണ്ട് കമ്പനികളുടെയും ടേൺ ഓവർ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 വർഷത്തിലെ ഫിനാൻഷ്യൽ ഇയറിൽ 1000 കോടി എന്ന ആ ഒരു വലിയ ലക്ഷ്യം കവർ ചെയ്തു. തുടങ്ങാം. കോട്ടയം വൈക്കത്ത് കോഴി ഫാമിൽ തെരുവ് നായ്ക്കളുടെ കൂട്ടാക്രമണത്തിൽ 450ഓളം കോഴികൾ ചത്തു. മറവൻതുരത്തിലെ വാഴക്കാട് കുരിയാത്തുംവേലിൽ KR സുകുമാരന്റെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിലാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണമുണ്ടായത്. ഇന്ന് പുലർച്ചെ 3:30ഓടെയായിരുന്നു സംഭവം. കോഴികളുടെ ബഹളം കേട്ടെത്തിയ വീട്ടുകാർ നായ്ക്കളെ ഓടിച്ചുവിടുകയായിരുന്നു. 3 ലക്ഷത്തോളം രൂപയോളം നഷ്ടമുണ്ടായെന്ന് ഫാം ഉടമ പറഞ്ഞു. നായ്ക്കളുടെ ആക്രമണത്തിൽ കൂടുതൽ കോഴികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് പെരുമണ്ണയിൽ കാട്ടുപന്നി കിണറിൽ വീണു. എരിഞ്ഞക്കൽ മീത്തൽ സുധീഷിന്റെ കിണറ്റിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പന്നി വീണത്. കിണറിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് വെള്ളമെടുക്കാൻ ശ്രമിച്ചപ്പോൾ തടസ്സം നേരിട്ടതിനാൽ വന്ന് നോക്കിയപ്പോഴാണ് പന്നി വീണതറിഞ്ഞത്. 12 അടിയോളം വെള്ളമുണ്ട് കിണറ്റിൽ. നാളെ രാവിലെ പന്നിയെ വെടിവെക്കുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തിരുവനന്തപുരത്തെ വ്യാജ മാലമോഷണ പരാതിയിൽ പരാതിക്കാരിക്കെതിരെ കേസെടുക്കാൻ SC/ST കമ്മീഷൻ ഉത്തരവ്. പരാതിക്കാരി ഓമന ഡാനിയലിനെതിരെ കേസെടുക്കാനാണ് ഉത്തരവ്. ദളിത് സ്ത്രീ ബിന്ദുവിന് പോലീസ് സ്റ്റേഷനിൽ പീഡനമേറ്റ കേസിലാണ് നടപടി. ബിന്ദു സ്വർണ്ണമാല മോഷ്ടിച്ചെന്ന് പരാതി നൽകിയത് ഓമനയാണ്. പിന്നീട് ഓമനയുടെ വീട്ടിൽ നിന്ന് തന്നെ മാല കണ്ടെത്തുകയായിരുന്നു. ഓമന ഡാനിയലിന്റെ പരാതിയിൽ ബിന്ദുവിനെ 20 മണിക്കൂറോളം പേരൂർക്കട സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി.
മലപ്പുറം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആഢ്യൻപാറ വെള്ളച്ചാട്ടം. പാറക്കെട്ടുകൾക്കിടയിലൂടെ പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനസ്സ് കവരുന്ന കാഴ്ചയാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള ചാലിയാർ പഞ്ചായത്തിലാണ് ആഢ്യൻപാറ വെള്ളച്ചാട്ടം. സഹ്യപർവ്വതത്തിലെ നിത്യഹരിത വനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാഞ്ഞിരപ്പുഴയിലാണ് മനമയക്കുന്ന കാഴ്ച സമ്മാനിക്കുന്ന വെള്ളച്ചാട്ടം. വേനൽക്കാലത്ത് പോലും ഇവിടെ വെള്ളം വറ്റാറില്ല. ഉയരങ്ങളിൽ നിന്ന് പതിക്കുന്ന ജലപ്രവാഹമില്ലെങ്കിലും പർവ്വതനിരകളുടെ പശ്ചാത്തലത്തിൽ വനത്തിലൂടെ കളകളാരവത്തോടെ ഒഴുകിയെത്തുന്ന കാഞ്ഞിരപ്പുഴ മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പിന്നെ കാണാൻ പറ്റിയ നല്ല സ്ഥലമാണ്, നല്ല വൈബുള്ള സ്ഥലമാണ്. കുറച്ച് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയിരുന്നു. ഇപ്പോൾ ഇറങ്ങാനൊന്നും പറ്റാത്തൊരു അവസ്ഥയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ വന്നപ്പോൾ ഒക്കെ നല്ല വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശാന്തമെന്ന് തോന്നുമെങ്കിലും അപകട മേഖലയാണ് ആഢ്യൻപാറ. വഴുക്കലുള്ള പാറക്കെട്ടുകളും ചുഴികളും ഇവിടെ നിരവധി പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് കർശന നിയന്ത്രണങ്ങളുണ്ട്. എങ്കിലും ചാലിയാറിൻ്റെ കൈവഴിയിലെ കാഴ്ച കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. പരിമിതികളെ മറികടന്ന് നേട്ടങ്ങൾ കരസ്ഥമാക്കി ഒരു മിടുക്കിയെ പരിചയപ്പെടാം. നാളെ രാവിലെ 7 മണിക്കുള്ള ഗുഡ് മോർണിംഗ് കേരളത്തിൽ. ടോപ് 10 പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനലിൽ കാണുക. നമസ്കാരം.